നമസ്കാരമുണ്ട് ചേട്ടന്മാരെ, ഒരു അർജന്റ് കേസുണ്ട്, എന്റെ ഇടവും വലവും നിൽക്കൂ. ഷീന ചേച്ചി എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. തീരെ കോൺഫിഡൻസ് ഇല്ലാത്തൊരു അമ്മ മകളുടെയും ടീം എന്ന് പറയാം. എന്തുകൊണ്ട് ഈ പ്രാവശ്യം എനിക്കറിയില്ല, ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്താണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. പിന്നെ ഇവിടെ നിൽക്കുന്ന എന്താണെന്നുള്ള കാര്യം അതെനിക്കറിയില്ല. ശൈത്യ എന്താ പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതങ്ങനല്ല, ഒരു എന്തുകൊണ്ട് അല്ല എനിക്കറിയില്ല. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന പേരും. സ്റ്റോറി ടെല്ലിങ് കുറച്ച് വീക്കായതുപോലെ സാർ പറഞ്ഞു. പിന്നെ എനിക്കറിയില്ല എന്താ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ, മഞ്ജു വാര്യറാണെന്ന വിചാരം. ഒറ്റ മോളേ ഉള്ളൂ, മതിലോ. ഇന്നിപ്പം ആരെങ്കിലും ഔട്ട് ആകുവാണെങ്കിൽ ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശ്ശീല മാറാൻ പോവുകയാണെങ്കിൽ അത് ഞങ്ങൾ തന്നെ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലിഷ നമ്മുടെ ഫിനാലയിലേക്ക് കയറണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല, എനിക്ക് അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ നാളെ വേറെ ഒരു സിനിമയാണേലും കിട്ടും. പിന്നെ ഞാൻ ഇതുവഴിയിലും ഒന്നും ഇല്ലെങ്കിലും ഞാൻ കഥാപ്രസംഗം ചെയ്ത് ഞാൻ ഇല്ല ഒരാൾ ഔട്ടായിട്ട് പോകാനെ കൊണ്ടാണെങ്കിൽ എന്നെ ഔട്ടാക്കണം. പിന്നെ ചേച്ചി ശൈത്യ പ്ലീസ് ചെയ്യരുത്. നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ റൂൾസ് അല്ലേ. ശൈത്യക്ക് എന്തെങ്കിലും പറയാണ്ടോ? ലിഷ ചേച്ചി കൊണ്ടേ പോവുള്ളൂ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഫൈനലിൽ പോവാണെങ്കിൽ ഞങ്ങൾ 5 പേരും വേണം. ഫിനാലേക്ക് വന്നിട്ട് എല്ലാവർക്കും ജയിക്കണം എന്ന് പറഞ്ഞ് എന്റെ പറക്കാട് ജ്വല്ലേഴ്സിനെ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഒരാൾ മാത്രമേ ജയിക്കൂ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം. വിന്നർ ഒരാൾ മതിയോ? ഇപ്പൊ തന്നെ തീരുമാനിക്കൂ. സതീഷ് ചേട്ടനെ തീരുമാനിക്കാനാണ്. വിന്നർ ഒരാൾ മതിയോ? ഷീന ചേച്ചി? യെസ്, മതി. താങ്ക് യു. ആനപ്പുറത്തിരിക്കാൻ കൊതിച്ചവൻ ശൂലത്തിൽ കയറി, മനസ്സിലായ?